ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കത്തുക എന്ന് പറയുന്ന ഒരു ടൈം ഇപ്പൊ വന്നത് മോഹൻലാൽ ലാലേട്ടൻ മീശ എടുത്തപ്പോഴാണ്. 8-9 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ പഴയ ലുക്കിൽ കണ്ടത്. ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ അടുത്ത ഇപ്പൊ തരുൺ മൂർത്തിയുടെ ഒരു സിനിമ ഇപ്പൊ തുടരും ഇറങ്ങുന്നതിന് മുൻപ് അശ്വന്ത് ഒരു റിവ്യൂവിൽ പറഞ്ഞത് ഭയങ്കര പ്രതീക്ഷയാണ് പറഞ്ഞത് തരുൺ മൂർത്തിയുടെ സിനിമയെ പറ്റി. അതുപോലെ തന്നെ ആ സിനിമ അത് മീറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പം അടുത്ത ഒരു സിനിമ വരുന്നത് ലവ്ലാഞ്ചൻ എന്നാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റർ. അപ്പൊ മീശ മാത്രം വെച്ച് താടി വടിച്ച ഒരു ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ആ സിനിമ ലാലേട്ടൻ ഈ ലുക്ക് വെച്ചിട്ട് പ്രതീക്ഷകൾ എന്തായിരിക്കും? അല്ല, തരുൺമൂർത്തി സിനിമ ആയതുകൊണ്ട് തന്നെ ലുക്ക് വെച്ചിട്ടല്ല തന്നെ പ്രതീക്ഷയുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കേസ് എന്നെ ഇപ്പം കുറച്ച് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ലാലേട്ടൻ്റെ ഈ പിക്ചേഴ്സ് വന്നതിന് ശേഷം, വീഡിയോസ് വന്നതിന് ശേഷം എൻ്റെ പഴയ ഞാൻ പണ്ട് ലാലേട്ടൻ്റെ ഈ പോസ്റ്റ് ഓഡിയൻ പീരീഡിൽ വന്ന സിനിമകൾ ഞാൻ റിവ്യൂ ചെയ്ത ക്ലിപ്സ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ലാലേട്ടനെ നിശ്ചിതമായി വിമർശിച്ചത് ലാലേട്ടൻ്റെ ഫേസ് അനങ്ങുന്നില്ല, ഐ ബാഗ് ഇല്ല, മറ്റേ പറഞ്ഞിട്ട് ഓഡിയൻ്റെ കേസ് അറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് എന്നെ പൂരത്തെറിയാം, ഇൻസ്റ്റയിലൊന്നും തെറിക്ക് കണക്കില്ല, ഇറങ്ങി വാടാ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം എന്താടാ കാണടാ, ഇപ്പം എന്താടാ നീ അങ്ങനെ പറഞ്ഞടാ ഇങ്ങനെ പറഞ്ഞു. അപ്പം അതിനൊരു മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിന്. അപ്പം അതിന് ടൈം ഉണ്ടായിരുന്നു, അത് ആൾക്കാർക്ക് അറിയായിരുന്നു, അതായത് വിവരമുള്ള ആൾക്കാർക്ക് അന്നേ അറിയായിരുന്നു ഇറ്റ് വിൽ ടേക്ക് ഒരു 6-7 years എടുക്കുന്നു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് മാറാൻ വേണ്ടി അത്രയും സമയം ആവശ്യമായിരുന്നു. അപ്പം അതുകൊണ്ട് അത്രയും കാലം ഞാനായിട്ട് താടി വെച്ച് അഭിനയിച്ചേ. കാരണം ആ സമയത്ത് താടി എടുത്ത പ്രശ്നമായിരുന്നു. അത് എടുത്തപ്പോഴും നമ്മൾ കണ്ടതുവാ. ഏതൊരു 1-2 പടം, എനിക്കൊന്ന് ബിഗ് ബ്രദറിലാണെന്ന് തോന്നുന്നു, കംപ്ലീറ്റ്ലി താടി എടുത്തിട്ടില്ല, അതുകൊണ്ട് ട്രിം ചെയ്തിട്ടുള്ളൂ, ഇതുപോലെ ചെയ്തിട്ടില്ല.